ഡേവിഡ് അങ്ങനെ പറയുമെന്ന് റോസി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഡേവിയുടെ ഹൃദയം വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. മറ്റാർക്കും തിരിച്ചറിയാനാകാത്ത ഒരു നോവ് അവനെ പൊതിഞ്ഞു. സാർ, സ്റ്റീവ് ഒന്നുകൂടി ഉറപ്പിക്കാനായി അവനെ വിളിച്ചു. ഹേലിക്കുട്ടി ചെറു ചിരിയോടെ അവരെയൊക്കെ ഒന്ന് നോക്കി. നീ എനിക്ക് മീതെ വളർന്നോ ഡെവിക്കുഞ്ഞെ? എന്നെ കൊല്ലാനും മാത്രം എന്റെ ഡെവിക്കുഞ്ഞിന് സ്നേഹമില്ലാതായോ? പണ്ട് നീ എപ്പോഴും പറയുമായിരുന്നു, എന്റെ ഏലിക്കൊച്ചാണ് എന്റെ ലോകം. എന്റെ ഏലിക്കൊച്ചിന്റെ മേലെ ഒരു പോറൽ പോലും വീഴുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവർ അല്പം പുച്ഛത്തോടെ പറഞ്ഞത് റോസി ആകെ വല്ലാതെയായി. ഡെവി തന്റെ മിഴികൾ മുറുക്കി അടച്ചു. അതൊക്കെ പഴങ്കഥകളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒരുപാട് പഴങ്കഥകൾ പൊക്കിപ്പിടിക്കാത്തത് തന്നെയാ നിങ്ങൾക്ക് നല്ലത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള വെറുപ്പിന്റെ ആഴം കൂടും. എന്റെ പെണ്ണിനെ പറഞ്ഞ നിങ്ങളുടെ നാവ് ഞാൻ അറക്കും. അവൻ മുരണ്ടു. ഏലിക്കുട്ടി ചൊടിയോടെ അവനെ കേട്ടു. അവർക്കുള്ളിൽ വല്ലാത്ത പകയെരിഞ്ഞു. ഒരു കാലത്ത് താൻ കീ കൊടുത്താൽ അതുപോലെ ആടുന്ന അതിശക്തനായ ഒരു ജിന്നായിരുന്നു അവനെന്ന് ഓർത്തുപോയി അവർ. അവനെ തിരികെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നവർ ഉറപ്പിച്ചു. പഴയ സ്നേഹത്തിന്റെ കണക്ക് നിരത്തി ക്ഷീണിച്ചു പോകണ്ട. ഞാൻ നിങ്ങൾക്കൊരു ഭിക്ഷ തരാം. ഓർത്തു, എന്റെ വെറും ഭിക്ഷയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം കൂടി തരാം. ഇപ്പൊ ഇറങ്ങിയ ജീവനും കൊണ്ട് പോവാം. പക്ഷെ ഒരു കാര്യം മനസ്സിൽ തന്നെ കുറിച്ചിട്ടോ, എന്റെ പെണ്ണിനെന്തെങ്കിലും പറ്റിയ ഇതുപോലെ ഒരു അവസരം പിന്നെ കിട്ടില്ല. വെച്ചേക്കില്ല നിങ്ങളെ ഞാൻ. ഡേവിഡ് മുറുകിയ സ്വരത്തിൽ പറഞ്ഞു. ചാകാൻ എനിക്കൊട്ടും പേടിയില്ലടാ കൊച്ചനെ. എന്നാലും അങ്ങനെ ചത്തുകളയാനും മേലെന്നേ. എനിക്ക് പുറത്ത് വേറെയും കുറിച്ച് പണി ബാക്കിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പൊ പോയേക്കുവാടാ എന്ന് കരുതി ഏലിക്കുട്ടി തോറ്റിട്ടില്ലേടാ മക്കളെ. നിനക്ക് കൊല്ലാൻ വേണ്ടി ഞാൻ പിന്നെ ഒരിക്കൽ വന്ന് നിന്ന് തരാം. അവന്റെ ശബ്ദം മുഴങ്ങുന്ന ഫോണിലേക്ക് ദേഷ്യത്തോടെ ഒന്ന് തറപ്പിച്ചു നോക്കി പറഞ്ഞിട്ട് ഏലിക്കുട്ടി ചവിട്ടി തുള്ളി അവിടെ നിന്ന് ഇറങ്ങി. അവർക്കുള്ളിൽ വല്ലാത്ത അപമാനം തോന്നി. അത് പകയായി പരിണമിക്കാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല. പുലിക്കാട്ടിൽ നിന്നും അവർ വന്ന കാറിൽ കയറി അവർ സ്വയം ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് പോയി. അത്ര സമയം നിറഞ്ഞു വന്ന ഭയമൊഴിഞ്ഞ റോസി തൂണി ചാരി നിന്ന് കിതച്ചു. ഇനി എന്തെന്നറിയാതെ റോസി ആകെ മരവിച്ചു നിന്നു. ഇരുവരും വാശിക്കാരാണ്. വേണ്ടി വന്ന പരസ്പരം ജീവനെടുക്കാനും മടിക്കാത്തവർ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്റെ കർത്താവേ? ഉള്ളിൽ നിറഞ്ഞ വ്യസനത്തോടെ അവർ ആ ഫോണിലേക്ക് നോക്കി. ഡെവിയുടെ കോൾ അവസാനിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. ഗാർഡ്സ് ഒക്കെ തിരികെ മടങ്ങി. ഡെവി തന്റെ പ്രാണനെ അന്വേഷിച്ച് കളത്തിൽ ഇറങ്ങാനായി ഈ സമയം അവിടെ നിന്ന് തിരികെ മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. വാര്യർ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങി. കുറെ ദൂരം മുന്നോട്ട് പോയതും അയാളുടെ പഴയ നോക്കിയ ഫോൺ റിംഗ് ചെയ്തു. പരിചയമുള്ള നമ്പർ കണ്ട് അയാളുടെ കൈ വിറച്ചു. ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ അയാൾ ആ കോൾ എടുത്തു. ആമി. പേടിയോടെ അയാൾ വിളിച്ചു. ആ, ഞാൻ കരുതി മറന്നു കാണുമെന്ന്. ശാന്തമായ അവരുടെ ശബ്ദം. എന്റെ ഏട്ടന്റെ മകളെ ഞാൻ കണ്ടെത്തി. വളരെ സുന്ദരിയാണവള്. കാണാൻ എന്റെ ചെറുപ്പം പോലെ. പക്ഷെ സ്വഭാവം അത് എന്നെ പോലെയാണെന്ന് തോന്നുന്നില്ല. പതിഞ്ഞ സ്വരത്തിൽ അവർ പറഞ്ഞതും ഇടി വെട്ടിയതുപോലെ മരവിച്ച് നിന്നുപോയി വാര്യർ. എന്റെ കുട്ടി. ആമി, നീ എന്റെ കുട്ടിയൊന്നും ചെയ്യരുത്. അവൾക്കൊന്നും അറിയില്ല. അച്ഛനുണ്ടെന്നോ അമ്മ ഉണ്ടെന്നോ ഒന്നും ആ കുഞ്ഞിനറിയില്ല. നിന്റെ സ്വത്തുക്കളൊന്നും അതിന് വേണ്ട. എല്ലാം നീ തന്നെ എടുത്തോ. എന്റെ ജയ, അവൾ എപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ചിരിച്ച് ഞാൻ കാണുന്നത്. ആ ചിരി നീ ആയിട്ടില്ലാതെ ആക്കരുത്. അപേക്ഷയോടെ അയാൾ പറഞ്ഞു. മറുവശം ശാന്തമായിരുന്നു. എനിക്ക് ആരെയും നോവിക്കണമെന്നില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആമി ഫോൺ വെച്ചു. നെഞ്ചിൽ നിറയുന്ന ഭാരം അറിഞ്ഞ് വിയർത്ത് കുളിച്ച് ആ വെറും മണ്ണിലേക്ക് വാര്യർ പടഞ്ഞിരുന്നു. കൊല്ലത്തേക്കുള്ള ബസ്സിലാണ് അവർ കയറിയതെന്ന കാര്യം കാശി തന്റെ പോലീസ് ബുദ്ധി വെച്ച് അതിവേഗം കണ്ടെത്തി. ഇതിനിടെ ഏലിക്കുട്ടിയുടെ ശിങ്കിടിയെ അവൻ പൊക്കി നന്നായി കുടഞ്ഞിരുന്നു. എന്നിട്ടും അയാൾ കൂടുതലൊന്നും വിട്ടു പറഞ്ഞില്ല. തെളിവുകളൊക്കെ നശിപ്പിച്ചത് തങ്ങളാണെന്ന് അവന്മാർ ഏറ്റു പറഞ്ഞു. അതുപോലെ അച്ചും തുളസിയും കൊല്ലം ബസ്സിലാണ് കയറിയതെന്നും വേറെയൊന്നും അവർക്ക് അറിയില്ലെന്നും കരഞ്ഞു പറഞ്ഞു അവന്മാർ. സത്യത്തിൽ ഡേവിയുടെ ഗാർഡ്സിന് പറ്റിയത് അത് തന്നെയായിരുന്നു. തെളിവുകൾ നശിപ്പിച്ചു കളഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ തിരഞ്ഞു നടന്ന് വലയുന്നത്. ലീവ് എടുത്തുകൊണ്ട് അവൻ ഡെറിക്കിനെ വിളിച്ചുവെങ്കിലും കിട്ടാതെ ആയപ്പോൾ അവന്റെ ഫോണിലേക്ക് കാര്യം അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടു. പിന്നെ സമയം കളയാതെ കൊല്ലത്തേക്ക് അവൻ യാത്ര തിരിച്ചു. അതോടെ കോട്ടയത്തുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഡെറിക് ഗാർഡ്സിനെ എല്ലാം കൊല്ലത്തേക്ക് പറഞ്ഞു വിട്ടു. മാധവ് തന്റെ ഹോൾഡ് ഉപയോഗിച്ച് അവനും അവരെ തിരഞ്ഞു കുറെ അലഞ്ഞു. ഒടുവിൽ ആ ബസ് സ്റ്റാൻഡിൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അച്ചുവിന്റെ ഫോട്ടോ കണ്ട ഒരു കടക്കാരനാണ് അവർ കൊല്ലം ബസ്സിൽ കയറുന്നത് കണ്ടെന്ന് അവന് പറഞ്ഞു കൊടുത്തത്. ആ കുട്ടികൾ തനിച്ചിരിക്കുന്നത് കണ്ട് അയാൾ അവരെ ശ്രദ്ധിച്ചിരുന്നു. അയാളുടെ മകളുടെ പ്രസവമായതുകൊണ്ട് ഒരാഴ്ച ലീവായിരുന്നു. അതാണ് ഡെവിക്കും കൂട്ടർക്കും ഈ വിവരം കിട്ടാതെ ഇരുന്നത്. അയാൾക്ക് കുറച്ച് പണം എടുത്തു കൊടുത്തുകൊണ്ട് മാധവ് കൊല്ലം ലക്ഷ്യം വെച്ചിറങ്ങി. രാവിലെ തന്നെ ആദ്യം ഉണർന്നത് തുളസിയായിരുന്നു. അച്ചു ക്ഷീണിച്ച് നല്ല ഉറക്കമാണ്. തുളസി വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. അച്ചുവിന് വേണ്ടി അവൾ പ്രത്യേകം ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കി. ഒരു ഗ്ലാസ് പാല് കാച്ചി 2 മുട്ടയും പുഴുങ്ങിയെടുത്തു. ഇതെല്ലാം ഇന്നലെ തന്നെ വാങ്ങി വന്നതാണ്.
കുറച്ച് പഴങ്ങൾ കൂടി എടുത്തു മുറിച്ചു. അതിലൊരു പങ്ക് പാഴ്സൽ ചെയ്തു. ജോലിക്കിടയിൽ എടുത്ത് കഴിക്കട്ടെ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ ചെയ്തത്. വേഗം തന്നെ ചോറ് വെച്ച് ഒരു തോരനും മീൻ വറുത്തതും മോരുകറിയും ഉണ്ടാക്കി. എല്ലാം അച്ചുവിന്റെ ഇഷ്ടം നോക്കിയാണ് അവൾ ചെയ്തത്. അതെല്ലാം കൂടി ഉച്ചത്തേക്കുള്ള പൊതി വേറെ കെട്ടി. പപ്പായ ഈ സമയം കഴിച്ചൂടാ എന്ന് ആരോ പറഞ്ഞു കേട്ട അറിവ് തുളസി ഇപ്പൊ മുറ്റത്ത് നിൽക്കുന്ന അവളുടെ സ്ഥിരം ഇരയായിരുന്ന മരത്തെ തിരിഞ്ഞു പോലും നോക്കാതെയായി. അച്ചുവിന് അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും തോന്നാത്തോണ്ട് തന്നെ അവൾ പതിവ് പോലെ എഴുന്നേറ്റ് തന്റെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ തുളസി അവളെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിച്ചില്ല. നീ ഇത് കഴിക്കാൻ നോക്ക്, ഒന്നും കഴിക്കാത്തോണ്ടാ ഇങ്ങനെ തലയൊക്കെ കറങ്ങി വീഴുന്നത്. ഭക്ഷണം എടുത്ത് അച്ചുവിന് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ഇത്രയൊന്നും വേണ്ട. അച്ചു മടിയോടെ പറഞ്ഞതും തുളസി അവളെ നോക്കി കണ്ണുരുട്ടി. പിന്നെ വേറെ വഴിയില്ലാതെ അത് മുഴുവനും അച്ചു കഴിച്ചു തീർത്തു. കുളിച്ചൊരുങ്ങി രണ്ടാളും കൂടി ജോലിക്കിറങ്ങി. പതിവിലും ഒരു കുഞ്ഞു തെളിച്ചം തുളസിയുടെ മുഖത്തുണ്ടായിരുന്നു. രണ്ടാളും ഒരു ഓരം പറ്റി നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർക്കരികിലേക്ക് ബ്ലാക്ക് കളറിലുള്ള ആ കാർ വന്ന് നിന്നത്. ആമയുടെ വണ്ടിയാണെന്ന് മനസ്സിലായി തുളസി ഒന്ന് ചിരിച്ചു. എന്നാൽ ആമയെ പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് 3-4 ആണുങ്ങൾ ഇറങ്ങി. ആ പരിസരത്ത് ആ സമയം ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അച്ചുവിനും തുളസിക്ക് നേരെ അവർ എന്തോ ഒന്ന് സ്പ്രേ ചെയ്തു. രണ്ടാളും മയങ്ങി വീഴും മുമ്പേ അവന്മാർ അവരെ കാറിലേക്ക് കയറ്റി. ആ വാഹനം അവിടെ നിന്ന് ചീറിപ്പാഞ്ഞു പോയി. ഹോസ്പിറ്റലിൽ വാര്യരുടെ അടുത്തിരുന്ന് ജയ കണ്ണുനീർ പൊഴിച്ചു. വഴിയിൽ വീണ് കിടന്ന വാര്യരെ നാട്ടുകാരെ ചിലറാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നെഞ്ചുവേദനയായിരുന്നു. തന്റെ പെങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അയാൾ മടിച്ചു. ജയ അയാളെ കൈവിടാതെ കൂടെ തന്നെ നിന്നു. അവർ കാണാതെ തന്റെ നിറഞ്ഞു കുതിച്ചൊഴുകുന്ന കണ്ണുകളെ അയാൾ അമർത്തി തുടച്ചുവിട്ടു. ഇപ്പൊ ഇങ്ങനെയുണ്ട് ഏട്ടാ, പെട്ടെന്ന് ഇതെന്താ പറ്റിയേ? ജയ ആദ്യോടെ ചോദിച്ചു. മാധു, അവനെ വിളിച്ചതാ ജയെ, എനിക്ക് അവനോട് തനിച്ചൊന്ന് സംസാരിക്കണം. ആവശ്യതയോടെ അയാൾ പറഞ്ഞതും ജയ ഫോൺ എടുത്ത് മാധവനെ വിളിച്ചു. കുറച്ച് സമയം റിംഗ് ചെയ്തതിന് ശേഷമാണ് അവൻ കോൾ എടുത്തത്. ഹലോ, എന്താ അപ്പച്ചി? മോനെ, ഞാൻ അച്ഛന്റെ കയ്യിൽ കൊടുക്കാം, പുള്ളിക്കൊന്ന് വയ്യാതെയായി, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നവൻ വേഗം കാർ ഒതുക്കി. ജയ ഫോൺ വാര്യർക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി. മോനെ, അച്ഛനാ, വാര്യർ വികാര വിക്ഷോഭത്തോട് പറഞ്ഞു. എന്താ അച്ഛാ? കാര്യം അല്പം ഗൗരവമുള്ളതാണെന്ന് അയാളുടെ ശബ്ദത്തിൽ നിന്ന് അവന് മനസ്സിലായി. ജയ അടുത്തില്ലെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് വാര്യർ എല്ലാ കാര്യവും അവനോട് തുറന്നു പറഞ്ഞു. അച്ഛനോട് ക്ഷമിക്കും മക്കളെ, ആ കുഞ്ഞിന്റെ ജീവനെ കരുതി ചെയ്തു പോയതാണ്, മഹാപാപമാണ്. അതിനെ അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വാര്യർ പറയുന്നതൊക്കെ കേട്ട് മൗനമായിരുന്നു അവൻ. കണ്ണുകൾ ചുവന്നു. ഇപ്പൊ എന്തോ തന്നിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നവളോട് വാശിയാണ് അവന്. അവളുടെ പേരിലുള്ള സ്വത്തുക്കൾക്ക് അവളുടെ ജീവനേക്കാൾ വിലയുണ്ടെന്ന് ഓർത്തു അവൻ. ആമയെ അത് കൈക്കലാക്കാൻ താൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിലുപരി അവളെ തനിക്ക് മുമ്പേ കണ്ടെത്തിയത് ആമയുടെ പക തോന്നി അവന്. മുന്നത്തേക്കാൾ വാശിയോടെ അവൻ ആ യാത്ര വീണ്ടും ആരംഭിച്ചു. ഡെറിക്ക് വരുന്നതിന് മുൻപേ ഡെവിയും കൂട്ടരും കൊല്ലം ബസ് സ്റ്റാൻഡിൽ വന്നു നിന്നു. കൊല്ലം ബസ് കയറിയവർ കൊട്ടാരക്കരയിൽ ഇറങ്ങുമെന്ന് അവർ കരുതിയില്ല എന്നതാണ് സത്യം. കാശിക്കും കൂടുതലൊന്നും അറിയില്ലല്ലോ. അവനാണ് അവർ കൊല്ലം ബസ്സാണ് കയറിയതെന്ന വിവരം ഡെറിക്കിന് കൊടുത്തത്. അവന്റെ ഗാർഡ്സും ഡെറിയും ഒക്കെ ആ നഗരത്തിൽ പലയിടത്തായി ഉണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ആ 2 പെൺകുട്ടികൾ മാത്രം. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് തിരച്ചിലും ശക്തി പ്രാപിച്ചു. ഡെവി ആകെ മുറുകെ നിൽക്കുവാണ്. അവന് ഊണും ഉറക്കവും ഇല്ലാതെ അവന്റെ പ്രിയപ്പെട്ടവളെ തിരഞ്ഞു. അവൻ അച്ചുവിനെ ഓർത്ത് ആദ്യം തോന്നി, അതിലേറെ സങ്കടം തോന്നി. താൻ അവളെ ശ്രദ്ധിച്ചില്ല എന്ന കുറ്റബോധം കൊണ്ട് അവൻ നേറി. അവിടെ ഒരിക്കലും അവളെ ഒറ്റയ്ക്കാക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് അവന്റെ ഉള്ളം സ്വയം വേദനിച്ചു. നഷ്ടപ്പെട്ടപ്പോഴാണ് ആ ഒരുവൾ തനിക്ക് ആരായിരുന്നു എന്ന് അവന് കൂടുതൽ മനസ്സിലായത്. ഹൃദയം നിറഞ്ഞ പ്രണയമാണ് തനിക്ക് ആ കുഞ്ഞു പെണ്ണിനോടെന്ന് ഓർത്തത് അവന്റെ മിഴികൾ നിറഞ്ഞു. അവളെ നഷ്ടമായാൽ താൻ ഒരു ചെകുത്താനായി മാറുമെന്ന കാര്യത്തിൽ അവന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അന്വേഷിക്കുന്നവരൊക്കെ നിരാശയോടെയാണ് മടങ്ങുന്നത്. നിരാശയും മനസ്സിന്റെ സംഘർഷവും ഡെവിക്ക് എല്ലാം കൂടി ചുട്ടരിക്കാനുള്ള കലി തോന്നി. ടെൻഷൻ കാരണം പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടി ചേർത്തവൻ ആഞ്ഞു വലിച്ചു. ഓരോ തവണ പുകയോതി വിടുമ്പോഴും അവന്റെ കൈമുഷ്ടി ചുരുണ്ടു മുറുകി. സമയം കടന്നുപോയി. നേരെ ഇരുട്ടി തുടങ്ങി. അവരെക്കുറിച്ച് മാത്രം യാതൊരു അറിവും അവർക്ക് കിട്ടിയില്ല. ഇടി വെട്ടി മഴ കനത്തു. മഴച്ചാറ്റൽ വന്ന് മുഖത്ത് തട്ടിയത് തുളസി അസ്വസ്ഥതയോടെ മിഴികൾ ചിമ്മി. കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം. കണ്ണൊന്ന് തുറക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെട്ടു. മാടി അടഞ്ഞു പോകുന്ന മിഴികളെ അവൾ വലിച്ചു തുറന്നു. ശരീരത്തിന് നല്ല ക്ഷീണം തോന്നി. തലയ്ക്കകത്തൊക്കെ വല്ലാത്ത ഭാരവും. പതിയെ എഴുന്നേറ്റിരുന്നു അവൾ. വെറും നിലത്താണ് താൻ കിടക്കുന്നത്. ശരീരത്തിൽ ഏൽക്കുന്ന തണുപ്പിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. ഞെട്ടലോടെ അവൾ ചുറ്റും കണ്ണോടിച്ചു. ഒരു തുറന്ന ഷെഡാണ് അതെന്ന് അവൾക്ക് വേഗം മനസ്സിലായി. ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച ആ ഷെഡിൽ നിന്നും അവൾ വേഗം ചാടി എഴുന്നേറ്റു. ശരീരത്തിന് ബലം നഷ്ടപ്പെട്ടതുപോലെ അവൾ ഒന്ന് വേച്ചു വീഴാൻ പോയി. നേരെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. അവൾ ഒരുവിധം നിവർന്നു നിന്നു. ആ അവസ്ഥയിലും അവളുടെ മിഴികൾ തിരിഞ്ഞത് അച്ചുവിനെയായിരുന്നു.
അവിടെയൊന്നും ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ലെന്നറിഞ്ഞത് തുളസിയിൽ ഭയം ഇരച്ചു കയറി. അച്ചോ! വരണ്ട ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് അവൾ വിളിച്ചു. പക്ഷെ അവിടെയൊന്നും അവൾ ഇല്ലെന്ന് അവൾക്ക് വേഗം മനസ്സിലായി. തുളസിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനെ, ഈശ്വര, ആരായിരിക്കും അവർ? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഒരു പെൺകുട്ടിയാണ്. ഞാൻ എന്തു ചെയ്യും ദൈവമേ? ഉള്ളം മുറിഞ്ഞ വേദനയെ തുളസി അലറിക്കരഞ്ഞു. നിസ്സഹായായിരുന്നു അവൾ. അവൾക്ക് തലയ്ക്കൊക്കെ ഒരു മന്ദപ്പ് തോന്നി. ഒറ്റപ്പെടലും അച്ഛനെ നഷ്ടപ്പെട്ട ടെൻഷനും എല്ലാം കൂടി അവൾക്കാക്കി ഒരു വിഭ്രാന്തി തോന്നി. ചെവിയിലൊക്കെ വണ്ട് മൂളും പോലെ. കണ്ണുകൾ ഇരുട്ട് മൂടി അവളുടെ സ്വബോധം നഷ്ടമായി തുടങ്ങി. ഭയം കൊണ്ടും സങ്കടം കൊണ്ടും അതിലേറെ ഒറ്റപ്പെടൽ കൊണ്ടും ആ കുഞ്ഞിപ്പെണ്ണ് ആകെ തളർന്നിരുന്നു. അവളുടെ മനസ്സിന്റെ പിടിവിടുന്നത് പോലെ അവൾ അവിടെയെല്ലാം പരിഭ്രാന്തിയോടെ ഓടി നടന്നു. അച്ചുവിനെ ആർത്തിയോടെ അവളുടെ മിഴികൾ തേടി. ഒടുവിൽ സ്വന്തം തലമുടി അമർത്തി പിച്ചി വലിച്ചുകൊണ്ട് അവൾ അലറിക്കരഞ്ഞു. ആ! വിഭ്രാന്തിയോടെ അവൾ അവിടെ നിന്നും ആ മഴയത്തേക്ക് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ഓടി. ആ സമയം ക്ഷീണമോ തളർച്ചയോ ഒന്നും അറിയാതെ അവൾ ഇടം വലം നോക്കാതെ അവൾ കുതിച്ചു പാഞ്ഞു. അരമണിക്കൂർ ഓടിയവൾ ആളൊഴിഞ്ഞ റോഡിലേക്കാണ് എത്തിപ്പെട്ടത്. എന്നിട്ടും അവൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. ചീറി പാഞ്ഞു വന്ന ഒരു കാറിന് മുൻപിലേക്ക് അവൾ എടുത്തു ചാടി. ആ വണ്ടി അവളെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരു അലർച്ചയോടെ അവൾ തെറിച്ചു വീണു. മാധവ് ഞെട്ടലൂടെ കാറൊതുക്കി. അവൻ വേഗം വെളിയിലേക്ക് ചാടി ഇറങ്ങി അവിടെ എല്ലാം വണ്ടിയിടിച്ച് ആ ആളെ തിരഞ്ഞു. മാധവ് കുറെ നേരം അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും അവൻ ആരെയും കണ്ടെത്താനായില്ല. ഒരിക്കൽ കൂടി അവിടെ എല്ലാം ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ തിരികെ കാറിൽ കയറി യാത്ര തുടർന്നു. കാശിക്ക് ആകെ ടെൻഷനായി. അവൻ തന്റെ ബൈക്കിലാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചത്. ഡ്രൈവ് ചെയ്ത് തന്നെ അവൻ ആകെ തളർന്നിട്ടുണ്ട്. ഈ നഗരത്തിൽ എവിടെയെന്ന് പറഞ്ഞ് തങ്ങൾ അവരെ അന്വേഷിക്കുമെന്ന് അവന് യാതൊരു പിടിയും കിട്ടിയില്ല. കുറെ മുൻപോട്ട് പോയതും അവൻ ഞെട്ടലോടെ വണ്ടി ഒതുക്കി. വണ്ടിയിടിച്ച തുളസി താഴെ റോഡിലേക്കായിരുന്നു വന്ന് വീണത്. മാധവ് അത് ശ്രദ്ധിച്ചില്ല. ചോരയെ കുളിച്ചു കിടക്കുന്ന സ്ത്രീ രൂപത്തെ കണ്ട് കാശി വേഗം അതിനടുത്തേക്ക് ഓടിച്ചെന്നു. ആ സമയം ഇതേ അവസ്ഥയിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ കുടുംബം തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ. അവരും ഇതുപോലെ ഒരു അവസ്ഥയിലാണല്ലോ അവന് നഷ്ടായത്. അവൻ ആ പെൺകുട്ടിയെ വാരി കയ്യിലെടുത്തു. ചുറ്റും ഒരു വണ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി ഒരാളെ തേടി അവൻ നോക്കി. അവിടെ ഒന്നും ആരെയും കണ്ടില്ല. നല്ല ഇരുട്ട്. പിന്നെ ഒന്നും നോക്കില്ല. ആ പെണ്ണിനെ എടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തപ്പോൾ എന്തിനോ തന്റെ ഉള്ളം ഒന്ന് പിടഞ്ഞത് അവൻ അറിഞ്ഞു. കളയാൻ സമയം ഒട്ടുമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അവളെ നെഞ്ചി ചായച്ചു കിടത്തിക്കൊണ്ട് ബൈക്കിൽ വളരെ ബുദ്ധിമുട്ടി അവൻ ഡ്രൈവ് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിയതും ഒരാൾ സ്ട്രെക്ചർ കൊണ്ടുവന്നു. അവൻ അവളെ അതിലേക്ക് കിടത്തിക്കൊണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കി. ഞെട്ടി വിറച്ചു പോയി അവൻ. സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ അവനായില്ല. തന്റെ ഹൃദയം ആരോ പിടിച്ചുടച്ചതുപോലെ അവൻ പിടഞ്ഞു. തുളസി! അവന്റെ നാവും ഹൃദയവും ഒരുപോലെ മന്ത്രിച്ചു. കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇനി ഒരു നഷ്ടം കൂടി താങ്ങാനുള്ള മനോബലം അവനുണ്ടായിരുന്നില്ല. അവളെ നേരെ എമർജൻസി യൂണിറ്റിലേക്ക് കൊണ്ടുപോയി. ആ നിമിഷം തന്നെ വിറയിലൂടെ അവൻ ഫോണെടുത്ത് ഡെറിയെ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് തന്റെ ഫോണിലെ ചാർജ് തീർന്ന് അത് എപ്പോഴോ സ്വിച്ച് ഓഫ് ആയ കാര്യം അവൻ അറിയുന്നത്. തളർന്നു പോയി അവൻ. അതേസമയം അച്ചു തന്റെ മിഴികൾ പതിയെ ചിമ്മി തുറന്നു. നല്ല പഞ്ഞിക്കെട്ടിൽ കിടക്കും പോലെയാണ് അവൾക്ക് തോന്നിയത്. ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അവൾ. പെട്ടെന്നായതുകൊണ്ട് അവൾക്ക് വല്ലാതെ തലചുറ്റി. താൻ ഇത് എവിടെയാണെന്ന പകപ്പിൽ അവൾ ചുറ്റും നോക്കി. ഒരു വലിയ ബെഡ്റൂമാണ് അതെന്ന് അവൾ വേഗം തിരിച്ചറിഞ്ഞു. തുളസി! അവൾ തുളസിക്ക് വേണ്ടി ചുറ്റും പരതി. ഭയത്താൽ അവളുടെ ഉള്ളം വിറച്ചുപോയി. തുളസിയെ കാണാതെ അവൾക്ക് കരച്ചിൽ വന്നു. പെട്ടെന്നാരോ വാതിൽ തുറന്നു വരുന്നത് അറിഞ്ഞതും അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് അവിടേക്ക് നോക്കി. കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായി വരുന്ന ആമയെ കണ്ട് അവൾക്കുള്ളിൽ ആശ്വാസം നിറഞ്ഞു. കനൽ പോലെ ചുട്ടുപഴുത്ത ഹൃദയത്തിൽ മഞ്ഞ പെയ്തിറങ്ങും പോലെ അവൾക്ക് ആശ്വാസം തോന്നി. മാഡം! അവൾ ഉള്ളിലെ അതുവരെ അനുഭവിച്ച ടെൻഷൻ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു. ആമി അവളെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചതും അച്ചു മറ്റൊന്നും ചിന്തിക്കാതെ പരിചയമുള്ള ഒരാളെ കണ്ടതുപോലെ അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിങ്ങിക്കരഞ്ഞു. ആമി തന്റെ മിഴികൾ മുറുക്കി അടച്ചു. അവളുടെ നെറ്റിയിലെ ഞരമ്പ് പിടഞ്ഞു പൊങ്ങി. കൈമുഷ്ടി ചുരുണ്ടു. നിമിഷ നേരം കൊണ്ട് അവരുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. ഞാൻ പേടിച്ചുപോയി. ആരൊക്കെയോ രാവിലെ ഞങ്ങളെ, എന്റെ തുളസി, അവൾക്ക് കുഴപ്പമില്ലല്ലോ, പേടിച്ചുപോയി. കരഞ്ഞുകൊണ്ട് അവൾ പുലമ്പി. പെട്ടെന്ന് തന്നെ അവർ അവളെ തന്നിൽ നിന്നും പിടിച്ചു മാറ്റി. അവൾ എന്നാൽ അവൾ അവരെ ഒരു ദേവതയെ നേരിൽ കണ്ടതുപോലെ ആ സൗന്ദര്യത്തിൽ പോലും കുടുങ്ങി നിന്നുപോയി. പെട്ടെന്നാണ് വല്ലാത്തൊരു വേദന. പകപ്പോടെ ആമയെ നോക്കിപ്പോയി അവൾ. തന്റെ കവളെ കിട്ടിയ അടി അതെന്തിനെന്ന് പോലും അറിയാതെ മരവിച്ചൊരു നിൽപ്പായിരുന്നു അവൾ. എന്റെ ശരീരത്തിൽ എന്റെ അനുവാദമില്ലാതെ മറ്റൊരാൾ, അതിനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, തൊടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ആതിരയ്ക്ക് മനസ്സിലായോ? അത്രയും സൗമ്യമായി ഒരാൾക്ക് ദേഷ്യപ്പെടാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുപോയി അവൾ. കൂടാതെ കവിളിലെ നോവ് മനസ്സിലേക്കും ബാധിച്ചു. ഇപ്പോൾ ആമയോട് അവൾക്കല്പം ഭയം തോന്നി. അവരിൽ നിന്നും അവൾ വേഗം അകന്നു മാറി. ഇപ്പോൾ അവർക്കിടെ 3 മീറ്റർ ദൂരമുണ്ട്. അത് കണ്ട് അവർ ഒന്ന് പുഞ്ചിരിച്ചു.
അച്ചു സങ്കടവും പേടിയും കൊണ്ട് അവനെ തുറച്ചു നോക്കി. എന്നാൽ ആമി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ കയ്യിലെ ജ്യൂസ് അച്ചുവിന്റെ നേരെ നീട്ടി. നീ ഇത് കുടിക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം. വീണ്ടും അത്രയും മൃദുവായ സംസാരം. അവൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്നെ തല്ലിയത് ശ്രദ്ധിക്കാത്ത പോലെ നിൽക്കുന്നവരെ കണ്ട് കണ്ണുമിഴിഞ്ഞു. എങ്കിലും വിശപ്പും ക്ഷീണവും കൊണ്ട് അല്പം പേടിയോടെ ആണെങ്കിലും അവൾ ആ ഗ്ലാസ് വാങ്ങി അതിലെ ജ്യൂസ് പതിയെ കുടിച്ചു. ഇരിക്കെ. ആ റൂമിൽ തന്നെയുള്ള സോഫയിലേക്ക് കൈ ചൂണ്ടി അവർ പറഞ്ഞതും അവൾ അനുസരണയോടെ അതിലിരുന്നു. ഞാൻ നിനക്കൊരു കുഞ്ഞു കഥ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ആമി പറയുന്നത് കേട്ട് നിഷ്കളങ്കമായി അവൾ തലയാട്ടി.